ഈ കാണുന്ന സാധനങ്ങൾ ഇതെന്താണെന്നല്ലേ ഇച്ചിരി പരിപാടി ഉണ്ട് കാണിച്ചു തരാം. ഇത് നമ്മളുടെ സിംഗിൾ പുള്ളി. നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഡബിൾ പുള്ളി ഉപയോഗിക്കുന്നതും സിംഗിൾ പുള്ളിയും ഡബിൾ പുള്ളിയും കൂടെ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സിംഗിൾ പുള്ളി തന്നെ കയറിൽ ലോക്ക് ചെയ്തിട്ട് മരത്തിനൊക്കെ എങ്ങനെ വലിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും തെങ്ങ് വലിച്ചേട്ടാൻ, അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഐറ്റം വലിച്ച് പൊക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് ഇതൊക്കെ വെച്ചിട്ടുള്ളത് ജസ്റ്റ് ഒരു വീഡിയോ. അപ്പോൾ നമ്മളൊരു മരത്തിനെ വലിച്ചു നിർത്താനാണെങ്കിൽ നമ്മളെ വർക്കായതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നത് മരത്തിനെ വലിച്ചു നിർത്താൻ വേണ്ടിയായിട്ട് നമുക്കൊരു കയറിനെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഇതിൻ്റെ ഇടയിൽ ഒരു കപ്പി സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി കുറേ ആൾ മുമ്പ് മറ്റേ പാണ്ടിക്കെട്ടൊക്കെ ഉണ്ട്, ഇങ്ങനെ പിരിച്ചിട്ടിടുന്ന പാണ്ടിക്കെട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ആകുമ്പോൾ കയറിന് കംപ്ലൈൻ്റ് ആണ്. ഇതാകുമ്പോൾ അതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ രീതികളുണ്ട്. ഈ റോപ്പ് വെച്ചിട്ടൊരു പണിയുണ്ട്. ഒരു 3 റൗണ്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇത് ചുറ്റെടുത്താൽ ഇതിവിടെ ലോക്കണം. ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീക്കാം അല്ല. പക്ഷേ ഇതുപോലെ നമ്മളൊരു കൊളുത്തിട്ടിട്ട് പിന്നെ വലിച്ചാൽ അവിടെ നിന്ന് വരില്ല, ലോഡാണ്. ഇതിൽ നമുക്ക് കപ്പിനെ കൊടുക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് ഈ കൊളുത്തിലിട്ട് കൊടുക്കാം. ഈ കൊളുത്തിലിട്ടിട്ട് ഇങ്ങനെ വലിച്ചാലും ഏകദേശം നല്ല ടൈറ്റിൽ നമുക്കിതിന് കിട്ടും. ഇതിങ്ങനെ കിട്ടും. അതായത് മരത്തിൽ ചുറ്റണതിനേക്കാൾ കുറച്ചും കൂടെ പവർ നമുക്ക് ഇതിന് കിട്ടും ഈ റിങ്ങിൽ വന്നാൽ. ഇനിയിപ്പോൾ ഈ റിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കപ്പി കൊടുക്കാം. അപ്പോൾ അത് നല്ല രീതിയിൽ ഒന്നുകൂടെ ടൈറ്റ് കിട്ടും നമുക്ക്. ഇതാ വലിച്ചടിപ്പിക്കുക. നമുക്ക് വേറെ എന്താ പറയുക, അതിന് വലിച്ച് നേരെ ഇതിൽ കൊണ്ടുപോയി കെട്ടി നമുക്കിങ്ങനെ നിർത്താം. നല്ല ലോഡ് വലിച്ചിട്ടും. ഒരു 2-3 ആളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു തെങ്ങോ അതൊക്കെ വലിക്കണമെങ്കിൽ നമുക്കത് വലിച്ചെടുക്കാം. ഓവർലോഡ് അല്ലാത്ത കൂടുതൽ ഹെവി ആയിട്ട് നമുക്ക് വലിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഡബിൾ പുള്ളിനൊക്കെ യൂസ് ചെയ്യണം. മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, ഡബിൾ പുള്ളിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതാകുമ്പോൾ സിംഗിൾ പുള്ളി യൂസ് ചെയ്യുന്നതിൻ്റെയാണ്. ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ കയറ് കോർക്കാനൊന്നുമില്ല. ട്വിസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതഴിച്ച്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഉപയോഗം. അതേമാതിരി തന്നെ ഇത് 3.5 ടൺ കപ്പാസിറ്റി നമുക്ക് ആ കപ്പിക്ക് കിട്ടും. ഇതിപ്പോൾ ഇങ്ങനൊരു അഡ്ജസ്റ്റ്മെൻറ്റ്. ഇതിന് നമ്മളല്ലാതെ നമ്മളുടെ ഈ ഫിഗർ 8 ഇല്ലേ, നമ്മൾ മരത്തിൽ നിന്ന് ഇറങ്ങാനും ഉപയോഗിക്കുന്ന നമ്മളുടെ ഷമീർ ഖാൻ്റെ കരിമ്പാക്കുളത്ത്, ഇതിനെ വെച്ചും കയറ്റി നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് നമ്മളെ നേരെ അടിയിൽ കൂടെ എടുത്ത് ഇതിലിട്ടാൽ ഇതിവിടെ ലോക്കായി. ഇതവിടെ നിന്നോളും, ഇതിൽ നിന്ന് പോരില്ല. ഇതിനെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ തന്നെ കപ്പിട്ടിട്ടോ ഇത് കിട്ടും. അത്യാവശ്യം നല്ല ലോഡ് നമുക്കിങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ സാധനം അവിടെ നിന്നോളും. ഇതിൻ്റെ ഇടയിൽ ലോഡ് ഇട്ടിട്ട് നമ്മൾ വലിക്കണേ നല്ല രീതിയിൽ നമുക്ക് വലിക്കാൻ പറ്റും. നല്ല സെറ്റായിട്ട് തന്നെ അത് ഉപയോഗിക്കാം. ഇനി ഇതും അല്ലാതെ ഇനി വേറൊരു ഐറ്റം കൂടെ നമുക്കതിന് സെറ്റ് ചെയ്യാം. ഹായ് വായിരിക്കും ഇതേ നമ്മളുടെ ഫാൾ അറസ്റ്റ്. ഈ ഐറ്റം ഇതുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഉപയോഗം നടക്കും. നമുക്ക് ഇതിനെ കറക്റ്റ് ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിൽ അവിടെ ഈ കപ്പിനെ ഇതിട്ടാലും ഈ സംഭവം നടക്കും. അപ്പോൾ വലിക്കും തോറും ഇത് ടൈറ്റായിരിക്കും. അത്യാവശ്യം ഓവർലോഡുകളല്ല, നമുക്ക് അത്യാവശ്യം ഒരാൾക്കൊക്കെ ഇനി 1-2 പേർക്ക് വലിച്ചാൽ കിട്ടില്ല എന്ന് തോന്നുന്നതിനൊക്കെ നമുക്ക് ഇങ്ങനെ ഇതുമാതിരി കപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിച്ച് നിർത്തിയെടുക്കാൻ പറ്റും. മരത്തിൻ്റെ ആയാലും കൊമ്പായാലും ഇനിയിപ്പോൾ എന്തെങ്കിലും വലിച്ചടിപ്പിക്കേണ്ട പല സിറ്റുവേഷനിലും നമ്മളെ വർക്കിലല്ല, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഏത് ഫീൽഡിലായാലും നമുക്ക് അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിനെ സെറ്റ് ചെയ്ത് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. നമ്മൾ എവിടെ നിന്നാ? പാലക്കാട് നിന്ന് വിളിച്ചായിരുന്നാ? അപ്പോൾ ഇതാണ് നമ്മളെ സിംഗിൾ പുള്ളി സെറ്റ് ചെയ്യാനുള്ള എൻ്റെ രീതി. ഇതിലെന്തെങ്കിലുമൊക്കെ ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കട്ടെ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും, പുതിയതല്ലാതെ പല രീതിയിൽ ഇത് ഉപയോഗിക്കുന്നവരുണ്ടാവും. അങ്ങനത്തെ എന്തെങ്കിലും രീതികളുണ്ടെങ്കിൽ അതായാലും നമുക്ക് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.